ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഐറ്റം ഒരു നാടൻ വിഭവമാണ്. ടൊമാറ്റോ പച്ചടിയാണ്. പച്ചടി ഇഷ്ടമല്ലാത്തവരൊക്കെ റെയറായിരിക്കും അല്ലേ. ഇതിൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ്, ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നാണിത് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ഞാനിവിടെ ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം മതി. പിന്നെ ചിരവിയ നാളികേരം ഒരു അരമുറിൻ്റെ. പിന്നെ അതിലേക്ക് 2 സ്പൂൺ കടുകും പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി തക്കാളിയുടെ കൂടെ വേവിക്കാൻ, പിന്നെ ഉപ്പും, പിന്നെ കറിവേപ്പില വറ്റൽമുളക് വറുത്ത് കൊട്ടുള്ളത്. ഇനി നമുക്ക് തക്കാളി മഞ്ഞൾപ്പൊടിയുടെ കൂടെ വേവിച്ചെടുക്കണം. തക്കാളി ആദ്യം കട്ട് ചെയ്ത് വെക്കട്ടെ. തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ പ്രധാനമായിട്ട് വേണ്ടത് തൈരാണ്. തൈര് അല്ലെങ്കിൽ മോര് ബെസ്റ്റ്. ഒരു 2 സ്പൂൺ തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, പുളിയുള്ള തൈരാണ്. പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ഞാൻ 1 ഗ്ലാസ് വെള്ളം, മോരാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ട, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. മോര് കുറച്ച് ലൂസായിട്ടല്ലേ ഉണ്ടാവുക, തൈരാവുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. മോരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി വേവിക്കാൻ. ഞാനിവിടെ നിറച്ചൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. തക്കാളി ആവുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. കുക്കർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു 1-2 വിസിലിൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം. ദാ വെന്തിട്ടുണ്ട്. ഇപ്പം നന്നായി തക്കാളി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നോക്കാം കേട്ടോ. ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. വല്ലാണ്ട് തിളയ്ക്കേണ്ട, തൈര് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും അരച്ചെടുക്കാം. നാളികേരവും പച്ചമുളകും കടുകും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. നന്നായി പേസ്റ്റാക്കി അരയ്ക്കേണ്ട ആവശ്യമില്ല പച്ചടിക്കൊന്നും. കടുക് ഇതിൽ കൂട്ടി അരച്ചുകൊണ്ട് കയ്പൊന്നുമില്ല കേട്ടോ, ഞാൻ നോക്കിയതാണ്, കയ്പൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല, പേസ്റ്റാക്കി അരയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു 60% അരച്ചാൽ മതി. അപ്പോൾ ഇത് അരച്ച് വെച്ചിട്ടുണ്ട്, ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് തിളച്ചിട്ടുണ്ട് കേട്ടോ, അത് തിളച്ചു. ഒന്ന് തിളച്ച ശേഷം നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം, അരച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മെയിനായിട്ട് ഈ കടുകാണ് ടേസ്റ്റ് കൊടുക്കുന്നത് പച്ചടിയിലേക്ക്. അപ്പോൾ ഇത് അടച്ചു വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്യാം. നല്ലൊരു തള വന്ന ശേഷം ഓഫ് ചെയ്യാം. അത് കറക്റ്റായിട്ടുണ്ട്, അതിൻ്റെ കൂട്ടൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്യാം. പിന്നെ വറുത്ത് കൊട്ടാനുള്ളതാണ്. കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കറിവേപ്പിലയും അതേപോലെ വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാടൻ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്കതിലേക്ക് വറുത്ത് കൊട്ടാം. അപ്പോൾ അതാ നമ്മുടെ തക്കാളി പച്ചടി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ അത്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കണം. പിന്നെ സാധാരണ ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ മറ്റേ കുമ്പളങ്ങ കൊണ്ട് പച്ചടി, വെള്ളരിക്ക, പൈനാപ്പിൾ കൊണ്ടൊക്കെ ഉണ്ടാക്കും. തക്കാളി പച്ചടി റെയറാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.